എൻ്റെ മകളെ നശിപ്പിച്ചു കൊന്നത് പുരോഹിതനാണ്. ജീസമോളുടെ കൊലപാതകം അട്ടിമറിച്ചതാര്? പരമ്പര ഭാഗം 2. പ്രാർത്ഥിച്ചു മടുത്തു. ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പഠിക്കാൻ വിട്ട ഒരു കൊച്ചിനെയും കളഞ്ഞു. പ്രാർത്ഥനയും കഴിഞ്ഞു, നിർത്തി, എല്ലാ ഇടപാടും നിർത്തി. പക്ഷെ ജീവിതം ഇത് ബാക്കി മക്കളിൽ നിന്ന് നന്നായി ജീവിക്കേണ്ട അച്ഛന്മാർക്കെതിരെ കേസെടുത്ത കുടുംബം നശിക്കുന്നവർ പറഞ്ഞു. ബ്ലഡ് ഗ്രൂപ്പിൽ സംശയം, ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, അതെങ്ങനെയാ പറഞ്ഞിരുന്നു. ഇവളുടെ ബ്ലഡ് O പോസിറ്റീവാണ്. ഇവർ മറ്റുള്ള എല്ലാവരെയും ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തുമ്പോഴും മറ്റുള്ള ഇവർ ഇത് ചെയ്ത ടെസ്റ്റ് നടത്തുന്നവരെല്ലാവരും ഒരു ബ്ലഡ് ഗ്രൂപ്പും കൂടെ ചെക്കപ്പ് നടത്തുന്നുണ്ട്. അപ്പം തന്നെ അവർക്ക് ആ ബ്ലഡ് ഗ്രൂപ്പിൽ സംശയം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. നഖം വെട്ടി, വിരലിൻ്റെ തുമ്പ് വെട്ടി, അന്യനാട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്ക് പിടിക്കാൻ പറ്റുമല്ലോ. ഈ അച്ഛന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല അവർക്ക് പിടിക്കാൻ പറ്റാത്തതുള്ളൂ. ഞാൻ അന്നും വിശ്വസിക്കണം, ഇന്നും വിശ്വസിക്കണം, എപ്പോഴും വിശ്വസിക്കണത് എൻ്റെ മോളെ നശിപ്പിച്ച് വന്ന ആൾ പുരോഹിതൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ മറച്ചുകൊണ്ട് നടക്കുന്നത്. അഭയ കേസ് പോലെ ഇതിപ്പോൾ 20 വർഷമായി. ജൂനിയർ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് ഞങ്ങളൊക്കെ വീട്ടിൽ പോയി വന്നാലും ഈ കന്യാസ്ത്രീമാരുടെ ഭാഷ ഇത് തന്നെയാണ്. ഒരു ദിവസം വൈകി വന്നാൽ അപ്പൻ്റെ കൂടെയുള്ള പൊറുതി മതിയായോ എന്നാണ് ഞങ്ങളോടുള്ള ചോദ്യം. ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എത്ര സമയം അതിൻ്റെ സെമൻ നിലനിൽക്കുന്നുള്ളതെന്ന് പരീക്ഷിച്ചറിഞ്ഞിട്ടെങ്കിൽ ഈ കേസൊന്ന് തെളിയിക്ക് സാറേ എന്ന് ആ സാറോടെയും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാനൊന്നും ഒരമ്മ സംസാരിക്കേണ്ട ഒരു സാറിനോട്. എൻ്റെ വീട്ടിൽ ദൈവം എൻ്റെ മോളാ. തിരുഹൃദയം കത്തി ഇറക്കിയിട്ടുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് അവളുടെ ഫോട്ടോയാണ് ചുറ്റും വെച്ചിരിക്കുന്നത്. അതാണെന്ന് എൻ്റെ ദൈവം അതിന് ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ വീടിൽ നിന്ന് പോകുന്നത് അവളാണ് കൊണ്ട് നടക്കുന്നത്. എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കണില്ലേ? എൻ്റെ ഇത് ഡിസംബർ 5 ഇവർ കൊന്നു വെച്ചോണ്ട് ഇവർ റിപ്പോർട്ടിൽ എഴുതിയാലും അതങ്ങനെ ആവില്ല. അപ്പോൾ CBI അന്വേഷണം ഒറ്റ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. CBIയുടെ റിപ്പോർട്ടിൽ വെച്ചിട്ട് ഈ വന്നേക്കണ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല. അത് വീണ്ടും ഒരു CBI അന്വേഷണം വന്ന് അതിനകത്ത് ആ തെളിവുകൾ എടുത്ത് വായിച്ച് അതിനനുസരിച്ച് തെളിയിച്ചായിരുന്നെങ്കിൽ ഈ കേസ് തെളിയാനുള്ളതേ ഉള്ളൂ. വ്യക്തമായിട്ട് തെളിയുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. തൃശൂർ പാവറട്ടി സാന്റ് ജോർജ് നഴ്സിംഗ് സ്കൂളിലെ 3ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന 21-കാരിയായ ജീസമോളെ മാനഭംഗം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കിയത് കത്തോലിക്ക സഭയിലെ പാതിരിയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ജീസമോളുടെ അമ്മ ബിന്നി പി ദേവസ്യ. കത്തോലിക്ക സഭ തങ്ങളുടെ അധികാരവും സമ്പത്തും ഉപയോഗിച്ച് അട്ടിമറിച്ച ഈ കേസ് CBI അന്വേഷണത്തിനായി റിവ്യൂ ഹർജി സുപ്രീം കോടതിയിൽ നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ബിന്നി പി ദേവസ്യ. പരമ്പരയുടെ 2ാം ഭാഗത്തിലേക്ക്. ഈ അച്ഛനെ ഒരു സംശയം തോന്നാൻ കാരണം എന്താ? അച്ഛനെ ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സസ്പെക്ട്. എന്തുകൊണ്ടാണ് അച്ഛനിലേക്ക് ഒരു സംശയം വരാൻ കാരണം? ഇവരുടെ അവിടെ മെയിൽ നഴ്സുമാരില്ല, മറ്റുള്ള ഇതില്ല. ഇവള് വീട്ടിൽ വന്നിട്ടില്ല. 8 ദിവസം മുന്നാണ് വന്നേക്കണേ. ഇപ്പൊ ഈ അച്ഛൻ ആ കോമ്പൗണ്ടിലുണ്ടോ? ആ അച്ഛനോ ഞാൻ പറയുന്നത് ഈ കന്യാസ്ത്രീമാരുടെ അടുത്തേക്ക് വന്ന അച്ഛന്മാരുടെ ഇതിൽ ഇവളുടെ ആ രാത്രിയിൽ അവിടെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവളറിയുന്ന കുട്ടിയാണല്ലോ. അപ്പോൾ അറിയുന്ന അച്ഛന്മാരും ആയിരിക്കാം. പിന്നെ അന്നത്തെ കയ്യിൽ ഈ അച്ഛൻ്റെ കയ്യിൽ മുറിവ് കണ്ടു. ഈ പാതിരിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ഒന്ന് പരിശോധിക്കുവോ, അന്വേഷിക്കുകയോ? പോളിഗ്രാഫ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. B പോസിറ്റീവ് ബ്ലഡ് എന്നല്ലേ പറഞ്ഞിരുന്നത്? ഈ ബ്ലഡ് ഗ്രൂപ്പിൽ സംശയം, ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, അതെങ്ങനെയാ പറഞ്ഞിരുന്നത്. ഇവളുടെ ബ്ലഡ് O പോസിറ്റീവാണ്. ഇവർ മറ്റുള്ള എല്ലാവരെയും ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തുമ്പോഴും മറ്റുള്ള ഇവർ ഇത് ചെയ്ത ടെസ്റ്റ് നടത്തുന്നവരെല്ലാവരും ഒരു ബ്ലഡ് ഗ്രൂപ്പും കൂടെ ചെക്കപ്പ് നടത്തുന്നുണ്ട്. അപ്പം തന്നെ അവർക്ക് ആ ബ്ലഡ് ഗ്രൂപ്പിൽ സംശയം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. ഈ CBIയുടെ റിപ്പോർട്ടിൽ ഇതെല്ലാം നോക്കി അറിയില്ല. ഇതിനകത്ത് ഏറ്റവും പ്രൈം സസ്പെക്ട് എന്ന് പറയുന്നത് ഈ വൈദികൻ അല്ല, ഈ വൈദികനാന്ന് പറഞ്ഞില്ല. വൈദികനും മാത്രമാണ് നമുക്ക് തെളിവിൽ പറയാനും ഇപ്പം ഇങ്ങനെ മറ്റുള്ളവരുടെ അറിവിലും പറയുന്നതും ഈ രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾ. അവിടെ മറ്റൊരാൾക്ക് കയറാൻ പറ്റില്ല. മുകളിലും കന്യാസ്ത്രീ, താഴെയും കന്യാസ്ത്രീമാർ കിടക്കുന്ന സ്ഥാപനത്തിൽ ഷട്ടറാണ് ഇട്ടേക്കണത്. ഇപ്പം ഇതിനകത്ത് എങ്ങനെ പുരുഷന്മാർ കയറുന്നു? ഇവരുടെ അറിവിലുള്ള ഒരാൾ, നമുക്ക് പോലും ആർക്കും കയറാൻ, അവരുടെ അറിവില്ലാത്ത ആർക്കും അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇല്ലാത്ത ആർക്കും അവിടെ കയറാൻ പറ്റില്ല. അതിന് യാതൊരു സംശയമില്ല. ഇവരെഴുതി ഒപ്പിടിച്ചിട്ട് ഞങ്ങളെയൊക്കെ കാണിക്കുള്ളൂ. മുകളിൽ റൂമിലോട്ട് ആരും കടത്തില്ല, എന്നെയൊന്നും കടത്തില്ല മുകളിൽ റൂമിലോട്ട്. സാധാരണഗതിയിൽ അവിടെ വരാൻ സാധ്യതയുള്ളത് ഇതുപോലത്തെ വൈദികരോ മറ്റുള്ളവരോ ഇത്തരത്തിൽ ഇവരുടെ താമസസ്ഥലത്തേക്ക് വരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കാരണം അവരുടെ താമസസ്ഥലമല്ലേ, അവരുടെ ഹോസ്റ്റലല്ലേ. അങ്ങനെയുള്ളൊരു പറച്ചിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഈ മോള് അങ്ങനെയായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഈ സെമനും ബ്ലഡും
കണ്ടു എന്ന് പറഞ്ഞു. അതിൽ O പോസിറ്റീവാണ് ബ്ലഡ് എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ അതിനകത്തെ ഒരു പ്രൈം സസ്പെക്റ്റ് ആയിട്ടുള്ള ഈ വൈദികൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധിച്ചായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താന്ന് അന്ന് നോക്കിയിട്ടില്ല. CBIയുടെ റിപ്പോർട്ടിൽ നോക്കിയിട്ടില്ല, ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ടില്ല. മറ്റേ അന്ന് ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ധ്യാനം നടന്ന് അപ്പോൾ ആ അച്ഛനെ എന്താ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ചെക്കപ്പേ നടത്തിയിട്ടില്ല, ധ്യാനം നടക്കുന്ന അച്ഛനെ. ഇപ്പം നമുക്കിപ്പോൾ ഇന്ന ആളെന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ഇവർ പറയുന്നതും ഈ തെളിവ്, ഈ കയ്യും മുറിവും എന്നൊക്കെ, പക്ഷെ ഇവർക്ക് തെളിയിക്കാനുള്ളതുള്ളൂ, നിസ്സാരമായിട്ട് തെളിയിക്കാനുള്ള കാര്യമുള്ളൂ. ഇവരുടെ ഇതിൽ ആരും നടന്നത് ഇപ്പോൾ ഇവർ സെമൻ്റ് ആളെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ ലോകത്ത് എന്തെല്ലാം ഞാൻ പറയുന്നുണ്ട്, നഖം വെട്ടി വിരലിൻ്റെ തുമ്പ് വെട്ടി അന്യനാട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്ക് പിടിക്കാൻ പറ്റുമല്ലോ. ഈ അച്ഛന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല അവർക്ക് പിടിക്കാൻ പറ്റാത്തതുള്ളൂ. ഞാൻ അന്നും വിശ്വസിക്കണം, ഇന്നും വിശ്വസിക്കണം, എപ്പോഴും വിശ്വസിക്കണത് എൻ്റെ മോളെ നശിപ്പിച്ച് വന്ന ആൾ പുരോഹിതൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ മറച്ചുകൊണ്ട് നടക്കുന്നത്. അഭയ കേസ് പോലെ ഇതിപ്പോൾ 20 വർഷമായി. ഈ ഒരു പുരോഹിതനല്ലാതെ വേറെ പുരോഹിതന്മാരും മറ്റ് അസിസ്റ്റന്റ് നല്ലപോലെ ഉത്സാഹപ്പെട്ട് നടന്ന തങ്കച്ചൻ ഞാളിയത്ത് എന്ന് പറയുന്ന അച്ഛനാണ് ഞങ്ങൾക്കെതിരെ സംസാരിക്കും. കേസ് കൊടുക്കാൻ ഭയങ്കര എതിർപ്പായിരുന്നു. അത് ഈ തങ്കച്ചൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇടവക വികാരിയല്ലേ? ഞങ്ങളുടെ ഇടവക വികാരി. ഞാൻ ചെല്ലുമ്പോൾ പാവർട്ടിയിലുണ്ടായിരുന്നു. ഈ വികാരിക്ക് മകളെ, അതായത് സൺഡേ സ്കൂൾ പഠിക്കാനോ പള്ളിയിൽ വന്ന് കണ്ടോ ഇവരെയൊക്കെ ഇപ്പം മക്കളെയൊക്കെ നന്നായിട്ട് അറിയത്തില്ലേ? ഓ, അറിയാം. പക്ഷെ ഈ അച്ഛൻ പലരോടും പറയുന്നുണ്ട്, അവിടെ ഒരു ചെറുക്കൻ ഞങ്ങളുടെ നാട്ടിലുള്ളവന്, അവന് എൻ്റെ മോളോട് താല്പര്യം അടുപ്പമുണ്ട്. പക്ഷെ അവൻ ഈ പള്ളിയിൽ, പാവർട്ടി പള്ളിയിൽ വന്നിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. പക്ഷെ ഇവൾക്ക് ഒട്ടും ഇഷ്ടമില്ല. അവൾ വ്യക്തമായിട്ട് എന്നോടും പറഞ്ഞിട്ടുണ്ട് ഇതിൽ. പക്ഷേ ഈ ചെറുക്കൻ പലരോടും പറയുന്നുണ്ട് അവളോട് താല്പര്യമുണ്ട്, അവളെ കെട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് അവൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച ഈ തങ്കച്ചൻ്റെ അടുത്ത് ഇവിടെയുള്ള ഹോസ്റ്റലിൽ ചെന്നിട്ട് ഇവൻ നമ്പർ കൊടുക്കുകയും ഞങ്ങളെ വീടിൻ്റെ അയലകത്താണ്, ഇവൻ ഗൾഫിന് പോകുകയാണെന്നുള്ള ഒരു സംസാരം ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചെറുക്കനെ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. പക്ഷെ ആ ചെറുക്കനെ ഇതിനകത്ത് പറഞ്ഞു കൊടുത്തത് ഈ തങ്കച്ചൻ ഞാളിയത്താണ് പറഞ്ഞു കൊടുത്തത്. പയ്യനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്തിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിലോട്ടാണ് ഇത് പോലീസ് വന്നത്. അവന്റെ ബ്ലഡ് ടെസ്റ്റും അവർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലേ ഇല്ല, അന്ന് നാട്ടിലേ അവനില്ല. അതായത് ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ അയാൾ നാട്ടിലില്ല. ഇല്ല, അത് ഉറപ്പാണ്. ഇല്ല, അവർ പോലീസുകാർക്കൊക്കെ തെളിഞ്ഞ കാര്യം അത്. പിന്നെ ഇവർ വേറൊരു ചെറുക്കനെ ആക്കാൻ നോക്കി, പട്ടിക്കാട് എന്നുള്ളത്. അത് ഈ ലിസ്റ്റിലും റിപ്പോർട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചെറുക്കൻ്റെ പേരും ഉണ്ടായിരുന്നു. അവനെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെ കള്ളക്കേസിൽ പെടുത്തും, നീ ഇതിൽ സമ്മതിച്ചോ, ഈ കുട്ടീനെ ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് സമ്മതിക്കാൻ പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ നിന്നെ കള്ളക്കേസിൽ പെടുത്തും എന്നൊക്കെ പറഞ്ഞു. ഫൈനാൻസ് എന്തോ ഒരു ഇടപാടുണ്ട്, അപ്പോൾ നിനക്ക് 5 ലക്ഷം രൂപ തന്നാൽ നീ സമ്മതിച്ചാൽ നിന്നെ ജയിലിലിടാതെ ഇറക്കി കൊണ്ടുവരാം, 5 ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞുകൊണ്ട് അവനോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നതാണ്, ഒന്ന് ഇതിനെ ഒരു ആത്മഹത്യയാണെന്ന് പറയുകയും, അതായത് ആത്മഹത്യയാണെന്ന് റിപ്പോർട്ടിൽ പറയും, ആത്മഹത്യയാണെന്ന് വരുത്താനും ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺട്രഡിക്ടറി ആയിട്ട് ഇതൊരു ഇങ്ങനെയുള്ള ആളുകളെ സംശയിക്കുകയും അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നതിനകത്ത് തന്നെ ഒരു വൈരുദ്ധ്യം. അതെ, ഉണ്ടല്ലോ. അതല്ല ഞാൻ പറഞ്ഞു, ഇവരുടെയൊക്കെ പുറത്തുനിന്നുള്ളവരൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കുന്നുണ്ട്. അവർക്ക് ബ്ലഡ് ഗ്രൂപ്പിൽ ഈ ഡ്രസ്സിലുള്ള ബ്ലഡ് മുഴുവനും ഇത് B ആണല്ലോ. അപ്പോൾ ആ ബ്ലഡ് ഗ്രൂപ്പിൽ അവർക്ക് സംശയമുണ്ട്. പുറത്തുനിന്നുള്ളവരെ ആക്കാൻ അവർക്ക് ഉത്സാഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പുറത്തുനിന്നുള്ള പട്ടിക്കാട് എന്നുള്ളൊരു ചെറുക്കനെ ഒരു ആക്കാൻ നോക്കുന്നതും. എന്നിട്ട് പിന്നെ ഒരു കട്ടിമീശക്കാരൻ ഇതായിട്ട് മോളായിട്ട് അടുപ്പം ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് അപ്പനോട് പറയലും, എൻ്റെ അടുത്ത് നിന്ന് വന്ന് വീട്ടിൽ വന്ന് 2-3 ഫോട്ടോ മേടിച്ചുകൊണ്ട് പോയിട്ട് ഒന്നിച്ചാക്കാൻ നോക്കലും, ഒരു രേഖയില്ല, ഒരു ഇതുപോലും തരാതെ, രസീത് പോലും തരാതെ. ഇതിന് ശേഷമോ? അതെ, അന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടുന്ന് രജിസ്റ്റേർഡ് കത്ത് അയച്ചപ്പം നിമിഷം നേരം കൊണ്ട് അവരെന്നെ വിളിച്ച് ഇത് കൊണ്ടുവന്നു തന്നു, ഈ കൊണ്ടുപോയ ഫോട്ടോകൾ കൊണ്ടുവന്നു തന്നു. അപ്പോൾ അങ്ങനെ ഒരാളായിട്ട് അവൾക്ക് അടുപ്പമില്ല. ആരെ വേണേലും കണ്ടുപിടിച്ച് തന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കണ്ടുപിടിച്ച് തന്നാൽ ഞങ്ങൾ കെട്ടാൻ തയ്യാറെന്നാണ് അവൾ പറയാറ്. അവൾക്ക് പ്രത്യേകിച്ച് ഒരാളോട്ട് അവൾ അടുപ്പമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് അതിനുശേഷം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച ഈ കേസ് പിന്നെ എന്ത് സംഭവിച്ചു? അവരുടെ കണ്ടുപിടുത്തം എന്തായിരുന്നു? അല്ല, ലോക്കൽ പോലീസിന്റെ കണ്ടുപിടുത്തം അവർ റിപ്പോർട്ട് സമർപ്പിച്ച് എന്തായിരുന്നു? ഇവരെല്ലാവരും ആത്മഹത്യ എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. ക്രൈംബ്രാഞ്ചോ? അവരും അത് തന്നെ, ഇതേ ആദ്യം ചെയ്ത അതേ ഇത് തന്നെ ഇവരെല്ലാവരും ആവർത്തിക്കുന്നു. പക്ഷെ ഇതിനകത്ത് വ്യക്തമായത് ഇത്രയും സമയമല്ലേ ആയിട്ടുള്ളൂ. ഇവരുടെ അന്വേഷണം ഈ ഇത്ര സമയം കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ഈ സെമൻ്റെ ആളെ കണ്ടുപിടിക്കാമല്ലോ. എന്നിട്ട് അത് കാലപ്പഴക്കം കൊണ്ട് വൈകി എന്ന് പറയുന്ന ആരുടെ കുഴപ്പമാണ്? ഈ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഏകദേശം എത്ര വർഷം എടുത്തു ഈ അന്വേഷണം? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പുണ്ട്, SIG-2, ഈ എറണാകുളം ഗ്രൂപ്പ്. അതിൽ DYSP ബേബി വിനോദ് സാറുണ്ട്. ആ സാറിനോട് വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചു, സാർ കല്യാണം കഴിഞ്ഞ ആളാണോ? ഈ സെമൻ ഒരു ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എത്ര സമയം അതിൻ്റെ സെമൻ നിലനിൽക്കുന്നുള്ളതെന്ന് പരീക്ഷിച്ചറിഞ്ഞിട്ടെങ്കിൽ ഈ കേസൊന്ന് തെളിയിക്ക് സാറേന്ന് ആ സാറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാനെന്തോ ഒരമ്മ സംസാരിക്കേണ്ട ഒരു സാറിനോട്
SP കാണാനെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പാണ് നോക്കിയത്. ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ ഗുരുവായൂരിന്നാണ് അവർ വിളിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂർ വരാമായിരുന്നല്ലോ, നിങ്ങൾ ഈ എറണാകുളത്തേക്ക് പിന്നെ ഒരു ദിവസം വെച്ച് വരണ്ട, ഏത് സമയം ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ആരും വന്ന് നിങ്ങളുടെ ഒപ്പം വന്നെന്ന് ബ്ലഡ് ഗ്രൂപ്പ് എടുത്ത് നോക്കാം. ഇവരൊത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഇതിൽ സംശയമുണ്ട് താനും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് പുരോഹിതരെ തന്നെ ആയതുകൊണ്ടാണ് ഇവരിത് ഈ രീതിയിൽ ഇത് കൊണ്ടുപോകണത്. അഭയ കേസ് പോലെ 28 വർഷം നീട്ടിക്കൊണ്ടു പോകണതും ഇത് 20 വർഷമായിട്ടും ഇത്രയും തെളിവോടുകൂടിയുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെടാതെ കൊണ്ടു നടക്കുന്നത് ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം CBI അന്വേഷണം കിട്ടിയിട്ടുള്ളൂ. ആ CBIയിൽ പറഞ്ഞേക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏതൊരു കല്യാണം കഴിഞ്ഞ വ്യക്തിക്കും, ഒരു ഭാര്യയ്ക്കായാലും ഭർത്താവിനും, ഒരു പെണ്ണായാലും പുരുഷനായാലും ഏത് ഡോക്ടർമാർക്ക് അത് കണ്ടാൽ മനസ്സിലാകും. ബെറ്റാഡിൻ ലോഷൻ കണ്ടിത് അവളുടെ ബോഡിയും വജൈന ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവരെന്തിന് ഇത്ര പാടുപെടണം, എന്തിനും ഇവർ ഇത്ര കഷ്ടപ്പെടണം? അതേത് റിപ്പോർട്ടിലാണ് പറയുന്നത്? അപ്രകാരം CBIയുടെ റിപ്പോർട്ടിലുണ്ട്. CBIയുടെ റിപ്പോർട്ടിൽ ഒത്തിരി തെളിവുകൾ അതിനകത്തുണ്ട്. നമുക്ക് അതിന് മുന്നേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട, പിന്നീട് അതിനുശേഷം ക്രൈംബ്രാഞ്ചിൽ നിന്നും പിന്നെ എങ്ങനെ CBIയിലേക്ക് ഇത് ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യത്തിലുള്ള മാറ്റങ്ങൾ അവർ ഈ ബ്ലഡ് ഗ്രൂപ്പ് എൻ്റെ മോളുടെ ഡ്രസ്സിലെ ബ്ലഡ് ഗ്രൂപ്പാണ് മാറ്റാൻ നോക്കുന്നത്. ചോദിക്കുന്നതല്ല, ഈ ക്രൈംബ്രാഞ്ചിൽ നിന്നും, അതായത് അവരുടെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഹൈക്കോടതി കൊടുത്തു. കൊടുത്തു. അങ്ങനെ ഹൈക്കോടതിയുടെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിനെ ആ ഏജൻസിനെ വെച്ച് അങ്ങനെ CBI ഏകദേശം ഒരു എത്ര നാൾ ഈ കേസ് അന്വേഷിച്ചു? അവരുടെ കണ്ടെത്തൽ എന്താ? CBI അന്വേഷണം ആദ്യത്തെ ഇതില് ഈ CBI അന്വേഷണം ഓർഡർ ഇട്ടെങ്കിലും അത് റീകോൾ ചെയ്തു. എന്നിട്ട് വീണ്ടും പുതിയ പരാതി വയ്ക്കാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ 2012 ആ CBI അന്വേഷണം ഓർഡർ ഇട്ടിട്ട് അത് റീകോൾ ചെയ്ത് 2013 വീണ്ടും നമ്മൾ പരാതി കൊടുത്ത് പുതിയ പെറ്റീഷൻ പരാതി ചെയ്തിട്ട് വീണ്ടും അത് ഓർഡർ അതായി CBI അന്വേഷണത്തിന് ഓർഡർ കിട്ടി. CBI എത്ര വർഷം ഈ കേസ് അന്വേഷിച്ചു? CBI 2014 തുടങ്ങിയിട്ട് 2017 ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു. അന്നത്തെ ഈ നമ്മൾ സംശയം പറഞ്ഞ അച്ഛനെ ബ്ലഡ് ടെസ്റ്റ് അന്ന് നടത്തിയില്ല. പേരെന്തായിരുന്നു അദ്ദേഹത്തിന്റെ? പോൾ പയ്യപ്പള്ളി. അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എന്തായിരുന്നു? ഈ നഴ്സിംഗ് സ്കൂളിന്റെ ഡയറക്ടർ. നഴ്സിംഗ് ഡയറക്ടറായ പോൾ പയ്യപ്പള്ളി, അദ്ദേഹത്തെയായിരുന്നു നമ്മളന്ന് ഏറ്റവും വലിയ സംശയം. അതെ, അച്ഛനെ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് നടത്തിയിട്ടില്ല അന്ന് CBI അന്വേഷണം. പിന്നെ ഇദ്ദേഹത്തിന്റെ അല്ലേ കയ്യിൽ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ആ മുറിവ് പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് നമുക്ക് തെളിവ് ഇതിനനുസരിച്ച് കിട്ടാത്തത് കൊണ്ട് പിന്നീടുള്ള ലാബ് ടെസ്റ്റ് നടത്തിയേക്കണം. എൻ്റെ മോളുടെ ബ്ലഡ് ടെസ്റ്റ് നടത്താൻ പറഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അന്ന് നമ്മൾക്കത് പറയാൻ പറ്റാതിരുന്നത്. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ CBIയുടെ റിപ്പോർട്ടിൽ അത് വന്നിട്ടില്ല, ടെസ്റ്റ് നടത്തിയിട്ടില്ല. അതുപോലെ അന്നത്തെ പ്രിൻസിപ്പാളും ഇപ്പോൾ ഈ തങ്കച്ചൻ ഞാളിയത്ത് ഇവരൊക്കെ പിന്നെ വാർഡൻ സിസ്റ്റർ എലീസ, പിന്നെ മേട്രൺ സിസ്റ്റർ എലിസബത്ത്, ട്യൂട്ടർ ലിൻഡ, അതായത് സഭയുടെ കീഴിലുള്ള ഒരു നഴ്സിംഗ് സ്ഥാപനമായി ഇവിടെ ഈ രീതിയിൽ ഇടപഴകുവാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന, വരാൻ സാധ്യതയുണ്ടായിരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഈ 2 പാതിരിമാർ, ഒന്ന് നമ്മുടെ ഇടവക വികാരിയായിരുന്ന പാതിരിയും പിന്നെ ഈ 2 സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായ പോൾ പയ്യപ്പള്ളി, ഇവർ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് ഒരു സാധ്യതയില്ല. പക്ഷേ ഈ സ്ഥാപനത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഇവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ പോലും പരിശോധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇല്ല, അന്ന് നടത്തിയിട്ടില്ല. അത് ആ തെളിവിലൊന്നും അത് പറഞ്ഞിട്ടില്ല, തെളിവ് ടെസ്റ്റ് നടത്തിയതായിട്ട് പറയുന്നില്ല. കാരണം പ്രാഥമികമായി തന്നെ നമ്മൾ പറയുന്നത് ഏറ്റവും സംശയം ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തെയാണെന്നാണ് പറയുന്നത്. അന്നേരം ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ബോഡിയിൽ B പോസിറ്റീവ് രക്തം കാണുകയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ സംശയാസ്പദമായ രീതിയിൽ ആ ദിവസം തന്നെ മുറിവ് കാണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ സാമാന്യ ബോധമുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ആദ്യമേ പരിശോധിക്കേണ്ടുന്നത് സെമനാണെങ്കിലും ബ്ലഡ് ആണെങ്കിലും പരിശോധിക്കേണ്ടത് ഇവരുടെ ആയിരുന്നു. അന്നേരം അവരുടെ അത്തരത്തിലൊരു പരിശോധനയ്ക്ക് വിധേയമായതായിട്ട് നമ്മുടെ ഒരു റിപ്പോർട്ടിലും ഇല്ല. CBIയുടെ കണ്ടെത്തൽ ലാസ്റ്റ് അവർ എന്താണ് അവരുടെ കണ്ടെത്തൽ? ഇത് തന്നെ ആത്മഹത്യയാണെന്നുള്ളത് കൊടുക്കുന്നത്. അവർക്കും സെമൻ്റെ ആളെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് ആയിട്ടാണ് അവർ പറയുന്നത്. സെമൻ്റെ ആളെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പറഞ്ഞു ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു, അപ്പനാണ് കൊണ്ടുവന്ന് വിട്ടേക്കണേ, തിരിച്ചു കൊണ്ടുപോയി വിട്ടത് അപ്പനാണ്. അപ്പൻ്റെ തലയിൽ വെക്കാൻ നോക്കി. പിന്നെ അപ്പന് നല്ല ഭീഷണി ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ചാനലിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പന് ഫോൺ വരും. അപ്പന് നല്ല ഭീഷണിയും കാര്യങ്ങളുമായിരുന്നു. പക്ഷെ അപ്പനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പന് വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യമാണല്ലോ പറഞ്ഞ്. വീട്ടിൽ മോൾ എന്ന് വന്നെന്ന്, എപ്പോൾ വന്നെന്നും ഏത് സമയത്ത് കൊണ്ടുവന്നാക്കിയെന്നും എനിക്കറിയാം.
ഞാനാണ് അപ്പൻ്റെ കൂടെ അവളെ വിട്ടേക്കണേ. ഇത്ര സമയം വേണം അവിടേക്ക് യാത്ര ചെയ്യാമെന്ന് എനിക്കറിയാം. അവിടെ കൊണ്ടുചെന്നാക്കിയിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു എന്നിട്ട് ആള് ഹോട്ടലിൽ ജോലിക്ക് പോയി. പക്ഷേ കന്യാസ്ത്രീ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പനാണ് കൊണ്ടുവന്ന് വിട്ടാണ്, അപ്പൻ അവിടേക്ക് കൊണ്ടുപോയിട്ടാണ് കൊണ്ടുവന്ന്. ഞാൻ ഇത് പറഞ്ഞു ഈ സെമൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്, റിപ്പോർട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വേറെ ആളെ കൊണ്ട് അന്വേഷിപ്പിച്ചത്. അപ്പം പറയുന്നത് അപ്പനാണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടേക്കണം, അപ്പൻ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് കൊണ്ടുവന്നേക്കണേന്ന്. പിന്നെ ഇതിന് ശേഷം കുട്ടികളായിട്ട് വേറെ ജൂനിയർ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് ഞങ്ങളൊക്കെ വീട്ടിൽ പോയി വന്നാലും ഈ കന്യാസ്ത്രീമാരുടെ ഭാഷ ഇത് തന്നെയാണ്. ഒരു ദിവസം വൈകി വന്നാൽ അപ്പൻ്റെ കൂടെയുള്ള പൊറുതി മതിയായോ എന്നാണ് ഞങ്ങളോടുള്ള ചോദ്യം. ഇവിടുത്തെ കന്യാസ്ത്രീമാരുടെ ഭാഷ ഇങ്ങനെ തന്നെയാണ്. അത് ഇതിനെക്കുറിച്ച് മോളും പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഭാഷകളെക്കുറിച്ച് മോളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് പിതാവിന്റെ മടയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം നടന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാട്സപ്പ് കോൾ ഒരു ഇതായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലും അപ്പൻ ഉടനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇവർ വരുത്തി തീർത്തേക്കണേ. പക്ഷെ അപ്പൻ ആത്മഹത്യ ചെയ്തതല്ല. ഈ അപ്പൻ്റെ മരണത്തിലും എനിക്ക് സംശയമുണ്ട്. ഇതും അതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ട്രെയിനിൽ നിന്ന് വീണേക്കണതാണ്. അദ്ദേഹം എങ്ങനെയാണ് മരിക്കുന്നത്? 2014 മെയ് 2 അപ്പം മരിക്കുന്നത്. അത് ട്രെയിനിൽ നിന്ന് തെറിച്ച് വീണതാണ്. പ്ലാറ്റ്ഫോമിലാണ് വീണ് കിടന്ന് ഇത് നടക്കാൻ പോയവരാണ് കണ്ടിട്ട് അപ്പം യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അവധിക്ക് ഹോട്ടൽ അവധിയുടെ സമയത്ത് പോയതായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെയാണ് സംഭവിച്ചേക്കണേ. പക്ഷേ ആത്മഹത്യ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇവരിത് ആത്മഹത്യ ആക്കി തീർത്തു. മോളുടെ സംഭവത്തിന് ശേഷം അപ്പം പെട്ടെന്ന് അധികം വൈകാണ്ട് ആത്മഹത്യ ചെയ്തതാണ്. 2005 മോളുടെ സംഭവം. ഇത് 2014 മെയ് 2 സംഭവം. ഇത് രണ്ടും കൂടെ ആക്കാൻ നോക്കി. ഇതൊക്കെ വളരെ വ്യക്തമാണ്. അതിൻ്റെ ഒരു വാട്സപ്പ് ഇത് വന്നത് എൻ്റെ കയ്യിലുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ കൂടെ അതിനകത്തുണ്ട്. അത് അപ്പൻ ഉടനെ തന്നെ ഇല്ല. പക്ഷെ അപ്പന് നല്ല ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. അത് എനിക്ക് അപ്പന് പേടിയുണ്ടായിരുന്നു. മോൻ കൂടെ ഇതിനകത്ത് ഇറങ്ങും. 3 പേരും അധികം പ്രായ വ്യത്യാസമില്ല. 3 പേരും ഓരോ വയസ്സിന് വ്യത്യാസമുള്ളൂ. 3 പേരും നേഴ്സിങ്. അപ്പോൾ അവരെങ്കിലും ജീവിച്ചോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇതിൽ ഞാൻ ഈ ചാനലിൽ സംസാരിക്കുമ്പം ആ സമയത്ത് കോൾ വരും അപ്പന്. അപ്പം ഇത് അപ്പൻ അതെടുത്ത് സംസാരിക്കും. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ എന്നോട് പറയാറില്ല. അപ്പം ഞാൻ ഫോൺ മേടിക്കാൻ നോക്കുമ്പോൾ തരില്ല. അപ്പം എനിക്ക് നന്നായിട്ട് എനിക്ക് ഭീഷണി ഉണ്ട്. അന്വേഷണമായിട്ട് പോകരുത്. അത് എന്തായിരുന്നു അത്തരം ആ വരുന്ന കോളുകളുടെ ഒരു കണ്ടന്റ് എന്തായിരുന്നു? അങ്ങനെ വരുന്ന കോളുകളുടെ അത് എനിക്കറിയില്ല. അപ്പന് പേടിയുണ്ടായിരുന്നു മോൻ ഇതിലേക്ക് ഇറങ്ങുമോ എന്നുള്ളത്. കാരണം ഇപ്പം ബാംഗ്ലൂർ നഴ്സിംഗ്, ഇപ്പം BSc നഴ്സിംഗ് ആണ്. അപ്പോൾ അവൻ ആ പഠിത്തം തീരണ വരെ അവൻ ഇതിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനും കൂടെ ഇതാവുമല്ലോ. അപ്പം ഞാൻ ഇതിനകത്തുണ്ട്. വീട്ടിൽ സമാധാനമില്ല. ഇതിൻ്റെ എല്ലാം നീങ്ങുന്നത്. അപ്പോൾ ആ ഒരു വിഷമം അപ്പന് നല്ല ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഇവർക്കിപ്പോൾ ഇതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. അപ്പൻ്റെ തലയിൽ കെട്ടിയേക്കേണ്ട ഒരു കാര്യമില്ല. കാരണം 27 മോള് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നാൽ മോൾ എൻ്റെ കൂടെ കിടന്നുറങ്ങണത്. പിറ്റേന്ന് കൊണ്ടാക്കി മറ്റേ മോളുടെ നേഴ്സിംഗ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് തയ്യൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പോയി മേടിച്ച് പിന്നെ വന്നിട്ടാണ് ഐഡൻറ്റിറ്റി കാർഡ് എടുത്തേക്കണതും തിരിച്ച് അന്ന് തന്നെ ഇവിടെ കൊണ്ടുപോയി വിട്ടതും വീട്ടിൽ വന്നതും ആ ഭക്ഷണം ഞാൻ 3 പിള്ളേർക്കുള്ള ഭക്ഷണം ആക്കി കൊടുത്തു വിട്ടതും ഞാൻ നേരത്തെ കടയടച്ച് വന്നിട്ട് ഇവിടെ വിടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഇവർ പിന്നെ ഈ സെമൻ്റെ അവസ്ഥ വെച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അത് എത്ര വ്യക്തമാണെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ഈ 3 ദിവസമാണ് ഇവർ പറഞ്ഞത്. 48 മണിക്കൂറൊക്കെയാണ് പറയുന്നത്. ഇതിനെ തെളിയിക്കാനാണ് ഞാൻ അന്നത്തെ ബേബി വിനോദ് എന്ന് പറഞ്ഞ DYSP സാധാരണ ഒരു പ്രാഥമിക, അതായത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഒരു പ്രാഥമികമായ ഒരു ചുമതലയായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാണല്ലോ. ഇവർ എന്തുകൊണ്ട് ഇത് തെളിയിക്കാതെ ഇത് നീട്ടിക്കൊണ്ട് പോകുന്നു? എന്നിട്ട് കാലപ്പഴക്കം കൊണ്ട് ബ്ലഡ് ഗ്രൂപ്പിന് മാറ്റം, ഈ സെമന് മാറ്റം. ഇത് എനിക്കാണോ ഇത് ചെയ്യാൻ പറ്റുന്നത്? നമ്മളിതെല്ലാം വക്കീൽമാരോടും പറയുന്നുണ്ട്. ആദ്യത്തെ ഇത് T. രാജശേഖരൻ നായർന്ന് പറഞ്ഞൊരു വക്കീലായിരുന്നു നമ്മൾ ഏറ്റവും അധികം ഹൈക്കോടതിയിൽ കേസ് ഏൽപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അധികം വൈകാണ്ട് രാംകുമാർ സാറിനെ ഏൽപ്പിച്ചു. രാംകുമാർ സാറ് ഏറ്റവും നല്ല വക്കീൽ എന്നുള്ള ഒരു ഇതിലാണല്ലോ നമ്മളന്ന് ഇതെല്ലാം കഴിഞ്ഞത്. അവസാനം വരെ അവിടെ രാംകുമാർ സാറ് തന്നെയാണ് നോക്കിയേക്കണത്. എന്നിട്ട് ഈ CBI അന്വേഷണം കിട്ടുന്നവരെ സാറായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് കൊടുത്തതും രാംകുമാർ സാറ് തന്നെയാണ്. പക്ഷേ ഈ രേഖയിലൊന്നും, ജഡ്ജിമെൻറ്റിൽ രേഖയിലൊന്നും ഈ വക കാര്യങ്ങളും തെളിവും ഒന്നും വന്നില്ല. ഈ കാര്യങ്ങൾ ജഡ്ജ്മെൻറ്റിൽ ഡിസ്മിസ്സാണ് ചെയ്തത്. അപ്പോൾ CBI അന്വേഷണം ഒറ്റ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. CBIയുടെ റിപ്പോർട്ടിൽ വെച്ചിട്ട് ഈ വന്നേക്കണ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല. അത് വീണ്ടും ഒരു CBI അന്വേഷണം വന്ന് അതിനകത്ത് ആ തെളിവുകൾ എടുത്ത് വായിച്ച് അതിനനുസരിച്ച് തെളിയിച്ചായിരുന്നെങ്കിൽ ഈ കേസ് തെളിയാനുള്ളതേ ഉള്ളൂ. വ്യക്തമായിട്ട് തെളിയുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. സുപ്രീം കോടതിയെ സമീപിച്ചോ ഇങ്ങനെ ഒരു ആവശ്യവുമായി? ഈ റിവിഷൻ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കേസ് ഡിസ്മിസ് ചെയ്തപ്പം അപ്പോൾ ഇനി ഇവിടെ ഹൈക്കോടതി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് രാംകുമാർ സാറും പറഞ്ഞു. ഏത് വക്കീലിനോട് ചോദിച്ചാലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവസാനം നമ്മളത്
സുപ്രീം കോടതിയിൽ കൊടുക്കാന്നുള്ള അത് മാത്രം മാർഗ്ഗമുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് നീങ്ങി. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു ടീന സിസ്റ്റർ എന്ന് പറയും, ആ സിസ്റ്റർ വഴിയാണ് ഇത് നീങ്ങിയത്. ആ സിസ്റ്റർ ഒരു വക്കീലിനെ ആക്കി തന്നു. അത് ആ വഴി പോയപ്പോൾ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തു. ആ ഡിസ്മിസിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വേറെ ഒരു മാർഗ്ഗവും ഇല്ല എന്നുള്ളത് ഇവരെല്ലാവരും ഇത് നമ്മൾ ആരുടെ അടുത്ത് പോയി സമീപിച്ചാലും അതാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയില്ലല്ലോ ഇത് ഏത് രീതിയിൽ നീങ്ങിയാലാണ് ഇത് തെളിയിക്കാൻ പറ്റുക എന്നുള്ളത്. ഈ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. പട്ടിക്ക് മുഴുവൻ അങ്ങ് കിട്ടിയാൽ ഈ തെളിവുകൾ അവർ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന തെളിവ് തന്നെ നമ്മൾ വരുമ്പോൾ കണ്ടെത്തണമല്ല. വിവരാവകാശ നിയമപ്രകാരം നമ്മൾ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതും ഈ തെളിവ് ഇവർ കോടതി കൊടുത്തപ്പോഴും ഇതേ തെളിവ് തന്നെയാണ് കിട്ടിയേക്കണേ. ഇവർ റിപ്പോർട്ടിൽ ഇതെല്ലാം ഈ CBI അന്വേഷണ റിപ്പോർട്ടിലൊക്കെ ഉള്ള തെളിവ് തന്നെയാണ്. ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനല്ലേ ഈ ഉദ്യോഗസ്ഥരുള്ളത്. ഇനി ആരുടെ അടുത്താണ് പോകേണ്ടത്? ഇനി പോകാൻ എവിടെയാ സ്ഥലം? ഇനി എവിടെയാണ് പോകേണ്ടത്? ഞാൻ അന്ന് മുതൽ 20 വർഷമായിട്ട് പള്ളിയിലും എൻ്റെ മോളെ നശിപ്പിച്ച് കൊന്നതാണെന്നുള്ള തെളിവ് കിട്ടി അന്ന് മുതൽ ഞാൻ പള്ളി പോക്ക് നിർത്തി വെച്ചേക്കണ ആളാണ്. ദൈവവും ഇല്ല, ബൈബിളും ഇല്ല, എല്ലാം വലിച്ചു കീറി കത്തിച്ച് കളഞ്ഞു. ഇനി യാതൊരു ഇല്ല. ഈ ഇതിൻ്റെ പുറകെ നടക്കുന്ന വ്യക്തികൾ തന്നെ ഈ വക തെണ്ടിത്തരം ചെയ്ത് എൻ്റെ കൊച്ചിനെയും കൊന്നു കളഞ്ഞ് പിന്നെ ഞാൻ എന്തിനാ ഇതിൽ പോണത്? അന്ന് മുതൽ ദൈവം ഇല്ലാണ്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ഈ അന്ന് സംഭവിച്ച കോട്ടങ്ങളേ ഉള്ളൂ, പിന്നീട് എനിക്കൊരു കോട്ടവും ഇല്ല. ഇന്ന് ഞാൻ ജീവിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇതുപോലെ വർത്തമാനം ഇനി എനിക്ക് ഞാൻ പറഞ്ഞില്ല, ആ DYSPയോട് ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞത്. അപ്പോൾ ആ സാറിന് അത് ഇതിൻ്റെ വ്യക്തമായ തെളിവുകൾ അവർക്ക് തെളിയിക്കാമല്ലോ. ഇതിൽ കൂടുതൽ എന്താ ഒരു ഉദ്യോഗസ്ഥരോട് ഞാൻ പറയേണ്ടത്? അതുപോലെ ഈ തങ്കച്ചഞ്ഞാളി ഇത് ഞങ്ങളുടെ ഇടവകാരിയാണ്. എല്ലാവരോടും മോൾക്ക് കാമുകനുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് മറ്റുള്ളവരോട് ഈ പറഞ്ഞ രീതിയിൽ വരുത്തുന്നത്. ഇതൊക്കെ അനാവശ്യമായിട്ട് ഇവരുടെ വായിന്നല്ലേ ഈ നുണകൾ പറയുന്നത്. അപ്പോൾ മോള് തൂങ്ങി മരിച്ചു എന്നുള്ളത് പറയുമ്പം കാല് പെരുവിരലൊക്കെ കുത്തിയ സ്റ്റൂളെ മുട്ടുമായിരുന്നു. ഇവർ പറയുന്നത് അത് സ്റ്റൂള് മറിഞ്ഞു കിടക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഇതിലെല്ലാം വിരോധാഭാസങ്ങളാണ് എല്ലാ തെളിവുകളിലും എടുത്ത് നോക്കുകയാണെങ്കിൽ. ഇപ്പം 20 വർഷമായി ഇപ്പോൾ ഈ ഒരു സുപ്രീം കോടതി അത്തരത്തിലുള്ള ഒരു റിവ്യൂ പെറ്റീഷൻ നമ്മൾ അല്ലെങ്കിൽ ഹർജിയും തള്ളി. ഇനിയും കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് നമ്മളൊരു ഒറ്റയാൾ പോരാട്ടം നടത്തുകയായിരുന്നു. ഒരു കാര്യം അതിനുശേഷം നമ്മൾ ഈ CBIയുടെ സുപ്രീം കോടതിയിലെ ഈ തള്ളിയിലൊന്നിന് ശേഷം ഒരു ജോയ് തോമസ് എന്ന് പറഞ്ഞ ഒരു വക്കീലിനെ കണ്ടു. ആള് പറഞ്ഞു നമുക്ക് സുപ്രീം കോടതി പോകാം, ആയിട്ട് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ട് ആളെ കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നീക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളുടെ ബോഡി ഇതുവരെ ഇതിന് ഒളരി പള്ളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് സാധാരണ കുഴിമാടത്തിൽ തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഈ കേസ് നിലവിൽ നിൽക്കുന്നത് കൊണ്ട് അവരത് നമ്മൾ പിന്നെ RDO ഓഫീസിലും ഇവർക്കൊക്കെ പരാതി കൊടുത്തിട്ട് ഈ ബോഡി എടുക്കാതെ ഇതുവരെ നോക്കിയിരുന്നു. എന്നിട്ട് ഈ വക്കീലിനെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പം നമ്മളെ കേസ് അപ്പം ഇല്ലല്ലോ. ഇനിയിപ്പോൾ സുപ്രീം കോടതി കൊടുക്കണമെന്നുള്ളത് കൊടുക്കുന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ, അവർക്കറിയില്ല, നിലവിലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വക്കീൽ വഴി ഇത് നേരെ കളക്ടറേറ്റിൽ പരാതി കൊടുത്തു, ഈ ബോഡി സംരക്ഷിക്കണമെന്നുള്ളത്. അപ്പോൾ സുപ്രീം കോടതി പരാതി കൊടുക്കാം, ഈ വക്കീൽ കൊടുത്തോളാം എന്നുള്ളതിലാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഇടയിൽ പുറം രാജ്യത്തേക്കും പോയി. നമ്മുടെ ബോഡി പറഞ്ഞ സമയത്ത് എൻ്റെ കൊച്ചിൻ്റെ ബോഡി ഇത് സുപ്രീം കോടതി പരാതിയും കൊടുക്കാൻ പറ്റിയില്ല. അത് ബോഡി അവിടുന്ന് അവരെടുത്ത് കുഴിമാന്തി വേറെ ബോഡി വെക്കുകയും ചെയ്തു. ഇതും നഷ്ടപ്പെട്ടു. കല്ലറയിലായിരുന്നു ഒന്ന് അടക്കിയത് അതോ കുഴിയിലായിരുന്നു? മഠത്തിൽ തന്നെയായിരുന്നു. പക്ഷെ ഇതുവരെ അത് മാറ്റം. വൺസ് നമുക്ക് ഒരാൾക്കൊരു കുഴിമാടം ലഭിച്ചു കഴിഞ്ഞാൽ ആ പ്ലേസിൽ പിന്നെ വേറെ ഒരു ബോഡി കൊണ്ട് അടക്കുമോ? സാധാരണ കുടുംബ കല്ലറകളൊക്കെ ആണെങ്കിൽ സാധാരണ ബോഡി ഇങ്ങനെ ഇതാണല്ലോ കുഴിമാടം. അത് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് ചെയ്യാൻ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പോലീസിന് നമുക്ക് ഏത് സമയവും ആ കുഴിമാടത്തിൽ ഈ തെളിവെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് പൈസ കൊടുത്ത് ഇത് മത്സരിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ആവശ്യം. നമുക്ക് ഈ കുഴിമാടത്തിന്റെ സത്യം എൻ്റെ മോളുടെ ഇത് തെളിയണം എന്നുള്ളതിലാണ് അവളുടെ ബോഡി ചോദിക്കുന്നതല്ല. വൺസ് സാധാരണഗതിയിൽ ഏത് പള്ളിയിലാണെങ്കിലും ഒരു കുഴിമാടം നമ്മളിപ്പോൾ പണം അടച്ച് നമ്മൾക്ക് ഒരു ശവടക്ക് നടത്തി കഴിഞ്ഞാൽ ആ പ്ലേസ് മാന്തി വീണ്ടും ഒരു ബോഡി അവിടെ സാധാരണ അടക്കാറില്ല. ഇത് അങ്ങനെ ആ പ്ലേസിൽ അങ്ങനെ പൈസ കൊടുത്തിട്ടുള്ള ഇതല്ല. സാധാരണ ഒരു കുഴിമാടമാണ്, അതിന് ചെറിയൊരു ഫീസേ ഉള്ളൂ. അതിലടക്കുന്ന ചടങ്ങിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അതാണ് ചെയ്തിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു വീണ്ടും ഇപ്പോൾ അവർ മാറ്റി. പക്ഷെ വർഷങ്ങളായിട്ട് അത് എടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കേസ് ഇല്ല എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പം അവർ ഇത്ര ദിവസത്തിനകം അവരതെടുത്ത് നമുക്കൊരു നോട്ടീസ് വന്നു, അതിൻ്റെ 3-ാം പക്കം എടുത്തു. പക്ഷെ ഞാൻ ഈ വക്കീലിനെ വിളിച്ചപ്പോൾ വക്കീൽ സ്ഥലത്തില്ല. വക്കീൽ ഇന്ന് കൊടുക്കുന്ന ആളെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിപ്പോയി. പക്ഷേ ഇത് അങ്ങനെ ബോഡി എടുത്ത് അവർ ചെയ്തു. പള്ളിക്കാർ അത് മാറ്റി വേറെ ആളെ വെച്ചു. അത് നഷ്ടപ്പെടുത്തി. എല്ലാ തെളിവുകളും നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ വക്കീൽമാരായാലും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. ജഡ്ജ്മെന്റിലാണെങ്കിലും ഡിസ്മിസ് ഇത് മാത്രമല്ല, ഈ തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തെളിയിക്കാമല്ലോ.
ഇപ്പോൾ ഈ 20 കൊല്ലം നമ്മളൊരു ഒറ്റയാൾ പോരാട്ടം എന്ന നിലയ്ക്ക് ഇതിൻ്റെ പുറകെ നമ്മൾ നടന്നു. അവസാനം നമ്മൾ ഓരോരോ ഏജൻസികളും, അതായത് ഈ പരമോന്നതമായ ഒരു അന്വേഷണ ഏജൻസി വരെ ഇത് അന്വേഷിച്ചു. ഇങ്ങനൊരു ഫൈൻഡിംഗ് ആണ് അവർ കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷെ എല്ലാവരും ഒരേ തുടർച്ചയല്ലേ ചെയ്തേക്കണേ. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും തെളിവ് നടത്തിയിട്ടുണ്ടോ? അന്വേഷണം നടത്തിയിട്ടില്ല. ഒരന്വേഷണം ശരിയായ രീതിയിൽ ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതിപ്പം ഇത് ഇത്ര മാസത്തിനകം കിട്ടിയല്ലോ തെളിവ്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പാടില്ല. അതെന്തുകൊണ്ട് ആരും ചെയ്യാത്തത്? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും തെളിയിക്കില്ല, ഒരു വക്കീൽമാരും ജഡ്ജിമെൻറ്റും അവരും ഈ തെളിവ് എന്താ എടുക്കാത്തത്? ഈ സെമൻ്റെ ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇത് കാട്ടി കിടക്കുന്ന വന്യമൃഗമൊന്നുമല്ലല്ലോ ഈ സ്ഥാപനത്തിൽ കയറി ഈ പണി ചെയ്തത്. മനുഷ്യത്തിൻ്റെ ഇത് സമം തന്നെയായിരുന്നല്ലോ. അത് ഇവർക്ക് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? അവിടെ ആ സമയത്ത് CCTV ക്യാമറയോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഹോസ്റ്റലിനോ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച്? എനിക്കറിയില്ല. നമുക്ക് നമ്മളൊരു ടൈലറും തയ്ച്ച് അന്നു വേണ്ടുന്ന ആഹാരങ്ങൾ കഴിച്ചു പോണ പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ള ഇതിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ട് പറഞ്ഞില്ലേ പുറകോട്ടായി. ആദ്യം നല്ല ജീവിച്ചിരുന്നു, പിന്നെ പുറകോട്ടായി. പിന്നെ ഈ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചതായി ഇതുങ്ങളെ പഠിപ്പിച്ചൊരു ജോലിയാക്കുക. ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിച്ചു മടുത്തു. ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പഠിക്കാൻ വിട്ട ഒരു കൊച്ചിനെയും കളഞ്ഞു. പ്രാർത്ഥനയും കഴിഞ്ഞു, നിർത്തി, എല്ലാ ഇടപാടും നിർത്തി. പക്ഷെ ജീവിതം ഇത് ബാക്കി മക്കളിൽ നിന്ന് നന്നായി ജീവിക്കേണ്ട അച്ഛന്മാർക്കെതിരെ കേസെടുത്ത കുടുംബം നശിക്കുന്നവർ പറഞ്ഞു. എൻ്റെ കൊച്ചിനെ അനാഥശാലയിൽ നിന്ന് എടുത്തതല്ലാന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ വികാരി അച്ഛനോട് ഞാൻ പറഞ്ഞു, തങ്കച്ചൻ ഞാളിതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചിനെ അനാഥശാലയിൽ നിന്ന് എടുത്തല്ല, എൻ്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി ഞാൻ പൈസ അവൾക്ക് കരുതി ഈ 30,000 ബോണ്ട് ഇയറിൽ ഇറക്കുമ്പോൾ 30,000 ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോളെ കെട്ടിക്കാനുള്ള 23 വയസ്സിൽ അവളെ കെട്ടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനും ഞാൻ പൈസ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ മക്കൾക്ക് 3 ആൾക്ക് ജോലിയായി സന്തോഷമായിട്ട് കാണുന്നു. എൻ്റെ മോളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ക്രിസ്ത്യൻ സ്ഥാപനത്തിലെ വിശേഷ ദിവസങ്ങൾ വരുമ്പം അവർ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയമില്ല. ഈ തയ്യലായതുകൊണ്ട് ആ സമയത്ത് നമുക്ക് തയ്യൽ തിരക്കായിരിക്കും. അപ്പോൾ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം, അവൾക്ക് ജോലി കിട്ടിയ ആദ്യം എൻ്റെ തയ്യൽ നിർത്തുക, വീട്ടിൽ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക, എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇന്ന് എൻ്റെ വീട്ടിൽ ദൈവം എൻ്റെ മോളാ. തിരുഹൃദയം കത്തി ഇറക്കിയിട്ടുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് അവളുടെ ഫോട്ടോയാണ് ചുറ്റും വെച്ചിരിക്കുന്നത്. അതാണ് എൻ്റെ ദൈവം. അതിന് ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ വീടിൽ നിന്ന് പോകുന്നത് അവളാണ് കൊണ്ട് നടക്കുന്നത്. എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കണില്ലേ? എൻ്റെ ഇത് ഡിസംബർ 5 ഇവർ കൊന്നുവെച്ചോണ്ട് ഇവർ റിപ്പോർട്ടിൽ എഴുതിയാലും അതങ്ങനെ ആവില്ല. അതെൻ്റെ മോളാണ്. ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചത്. ഞങ്ങൾ നല്ല ജീവിച്ചിരുന്ന ആൾക്കാരാണ്. സാമ്പത്തികമായിട്ട് ഇല്ലാതെ വന്നപ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കാമെന്നും എല്ലാം മാതൃകയായിട്ട് ഞാൻ ജീവിച്ച ഒരാളാണ്. അതെൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു. നന്നായി സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ട്. ഇന്ന് എൻ്റെ മറ്റു മക്കൾ 2 പേര് സുഖമായി ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം മക്കളുടെ, എൻ്റെ ആരുടെ ആയാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നഷ്ടം ആർക്കും നികത്താൻ പറ്റില്ല. ഈ ഒരു കൊച്ചിനായിരുന്നു ഏറ്റവും അധികം പുറത്തു പോകാനും ജീവിക്കാനും. അമ്മച്ചി നമുക്കെല്ലാം വേണം, വണ്ടി വേണം, വീട് വേണം, സൗകര്യങ്ങളെല്ലാം ആക്കണം. നമ്മുടെ ബാക്കി എല്ലാ അപ്പൻ്റെ ആൾക്കാരും അമ്മയുടെ ആൾക്കാരെല്ലാം നല്ല ജീവിക്കണം. നമുക്ക് മാത്രം ഇതൊന്നുമില്ല. നമുക്കിതൊക്കെ ഉണ്ടാക്കണം. അമ്മച്ചി ഞാൻ പോയിട്ടുണ്ടാക്കാം. ആദ്യം പുറത്ത് പോകാനിരുന്ന അവളാണ്. MBS നഴ്സിംഗ് ആയ കാരണം 1 വർഷം കൂടെ 2 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഇവള് കഴിയുള്ളൂ. അപ്പോൾ ഇവള് പോകാൻ വേണ്ടി അത്രയധികം ആഗ്രഹിച്ചിരുന്നൊരു കൊച്ചാണ്. ഈ കൊച്ചിനെന്താ സംഭവിച്ചതെന്ന് ഞാൻ അറിയണ്ടേ, എനിക്ക് അന്വേഷിച്ചറിയണ്ടേ, തെളിയിക്കണ്ടേ. ഇത് ഞാൻ ജീവിച്ചത് അവൾക്ക് വേണ്ടിയിട്ടാണ്, ഇവർക്ക് വേണ്ടിയിട്ടാണ്. മറ്റ് 2 പേര് സുരക്ഷിതരാണ്. ഈ തെളിവ് ഇവളെ നശിപ്പിച്ച് കൊന്നത് ആരാന്ന് എനിക്കറിയണ്ടേ. ആ തെളിവ് എനിക്ക് ലോകത്തിന് അറിയിക്കണം. പക്ഷെ എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്. ബൈബിളും ഇല്ല, ദൈവവും ഇല്ല, ഒന്നുമില്ല. എല്ലാം ഞാൻ വലിച്ചു കത്തിച്ച് കളഞ്ഞു. അന്ന് മുതലില്ല. ദുഃഖ വെള്ളിയാഴ്ച ഞാൻ ഇറച്ചി മീനും മേടിച്ച് കഴിക്കും. അത് ഞാൻ കറിയും വെച്ച് കഴിക്കണ ദിവസം അത് നന്നാ. ഇവരുണ്ടാക്കണ ദിവസമല്ലല്ലോ. ഇവർ ഈ പള്ളിയുടെയും ദൈവത്തിൻ്റെ മറയിൽ എന്തെല്ലാം തെണ്ടിത്തരം ചെയ്യുന്നു. ഇതിന് കൂട്ടു നിൽക്കണവരല്ലേ മനുഷ്യരെല്ലാവരും. എല്ലാ മനുഷ്യരതെ, എൻ്റെ കുടുംബക്കാരടക്കം.
ഇതിന് കൈയും കൂപ്പി നിൽക്കണ അവരിതെല്ലാം ആഘോഷിക്കല്ല. സാധാരണ മനുഷ്യർക്ക് സ്വന്തം കുടുംബത്തിലെ ഒരാൾ മരിച്ച 1 വർഷം വേഷഭൂതാദികൾ, അത് കഴിഞ്ഞാൽ ഇറച്ചി മീനും വെച്ച് സുഖമായി. പക്ഷെ കർത്താവിൻ്റെ ദിവസം വർഷങ്ങളും കോടികളും ആയിരങ്ങളും ആയാലും അവരാഘോഷിക്കും. അത് ദുഃഖമുണ്ട്. ദുഃഖ വെള്ളിയാഴ്ച ഭയങ്കര ദുഃഖം എല്ലാവർക്കും. സ്വന്തം കുടുംബത്തിലെ ദുഃഖം മാത്രമല്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, നേരെ തിരിച്ചാ. എൻ്റെ മകളാണ് എനിക്ക് വലുത്. അതിനെ കൊന്നു കളഞ്ഞത് ആരാന്നുണ്ട്? യേശുവിനെ കൊന്നതും പുരോഹിതർ തന്നെയല്ലേ കൊല്ലാൻ വിട്ടു കൊടുത്തത്. അത് തന്നെ എൻ്റെ മോൾക്ക് സംഭവിച്ചു. അപ്പോൾ യേശുവിൻ്റെ സ്ഥാനം എൻ്റെ മോൾക്ക് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കണതും പോണതും. അച്ഛന്മാർക്കെതിരെ കേസ് കൊടുത്താൽ കുടുംബം നശിക്കും. അഭയയുടെ കുടുംബം നശിച്ചത് കണ്ടില്ല. അതുപോലെ ആവുമെന്നും പറഞ്ഞ് എൻ്റെ കുടുംബക്കാരെയൊക്കെ ഇവർ ഉപദേശിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതല്ല എന്നുള്ളത് എനിക്കറിയാലോ, ഞാൻ തെളിയിക്കുന്നുണ്ട്. പക്ഷെ ഇത് തെളിയിക്കാൻ എനിക്ക് മാർഗമില്ലല്ലോ. ഈ സെമൻ്റെ ആളാരാന്ന് കണ്ടുപിടിച്ച് തെളിയിക്കേണ്ടത് പോലീസല്ലേ. ആരോടാണ് ഞാൻ പോയി പറയണത്? ആരെ എനിക്ക് പോയി ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഇത് തെളിയിക്കാനായിട്ട്. ഇതേപോലെ ഏതമ്മ ഇറങ്ങിയിട്ട് എന്ത് കാര്യം? ഇതുപോലെ ആർക്ക് മാതൃക? എന്ത് നിയമവും സത്യവും തെളിയിക്കാൻ ആൾക്കാർ വരണം. ഏത് ഉദ്യോഗസ്ഥനായാലും ഏത് ജഡ്ജി ആയാലും. ഈ കണ്ണുനീര് അവരവർക്ക് പറഞ്ഞ വേദനയെ മനസ്സിലാവൂ. അവരവർക്ക് വേദന ഉണ്ടാവുള്ളൂ, മറ്റാർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായി. ഞാൻ ഇത്രയും 20 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് അത്. എന്നിട്ട് ദൈവത്തിൻ്റെ പേരിൽ നേർച്ചയിട്ട് കാഴ്ചയിട്ട് ആൾക്കാരെ പറ്റിച്ച് നടക്കണ വർഗം. ദൈവത്തിൽ നിന്നൊന്നും മനസ്സിലായത് എനിക്കിതാ. കരഞ്ഞ് മനുഷ്യരെ എത്ര കരയിച്ചാലും പോരാത്തരാ. കരഞ്ഞ് പ്രാർത്ഥന, പള്ളിയിൽ പോയി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയില്ല എല്ലാവരും ചെയ്യണം, വേദന പറഞ്ഞ്. ഇതെല്ലാം ഞാൻ അവസാനിച്ചു. അവിടെ പോയിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയോളാം ഞാൻ ഈ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്. എനിക്കിനിപ്പോൾ സുപ്രീം കോടതിയിൽ എവിടെ ആര് തെളിയിക്കുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ജനങ്ങളെങ്കിലും അറിയിക്കണമെന്നുണ്ട്. ഞാനിത് എനിക്ക് സംഭവിച്ചത്, എൻ്റെ മോൾക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ്. ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടോ ഇത് എന്തെങ്കിലും തെളിയും എന്നൊരു? തെളിയാൻ മനസാക്ഷിയും സത്യസന്ധയുള്ള ആര് വന്നാലും തെളിയുന്ന ഉറപ്പാ. ഈ തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിറങ്ങിയാൽ മതി. ഏത് ഉദ്യോഗസ്ഥനായാലും ഇത് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങണം. അല്ലാതില്ല. ഇപ്പം ഞാൻ ഈ ഒരു പുതിയ വക്കീലിനെ കൊണ്ടുവന്നു. ആ വക്കീലിപ്പോൾ ഇത് എൻ്റെ കൊച്ചിൻ്റെ ബോഡി പോലും മറവ് ചെയ്ത സ്ഥലം പോലും കാലിയാക്കി തന്നു. ഇതുപോലുള്ളവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണേ? അവർക്ക് കാശിനൊന്നും കുറവില്ല. കാശ് അവർ പറയണൊക്കെ മേടിക്കുന്നുണ്ട്. അത് എൻ്റെ മോളെ കെട്ടിക്കാനൊക്കെ കരുതിയിരുന്ന പൈസ കൊണ്ടാണ് സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലമൊക്കെ വിറ്റിട്ടും കേസ് നടത്തി. പക്ഷെ കേസ് നടത്തി മുടിയൊന്നുമില്ല. അത് നടത്താൻ പറ്റും. എൻ്റെ മോളെ പോകുമ്പോൾ എൻ്റെ മക്കളുണ്ടല്ലോ, ബാക്കിയുള്ളവരുണ്ടല്ലോ, മോനുണ്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ. ഞാനേ പണി തയ്യൽ നിർത്തിയിട്ടുള്ളൂ. അവൻ ജോലി ചെയ്യുന്നുണ്ട്. അവനിതിനകത്ത് മുഴുവൻ സപ്പോർട്ടാണ്. ഈ കാര്യത്തിൽ ഞാൻ ചെയ്യണ ഇതിൽ അവൻ്റെ സപ്പോർട്ടിലാണ് ഞാനിത് പോണത്. ആരെങ്കിലും സത്യസന്ധരായ ഉദ്യോഗസ്ഥർ വന്നാൽ ഇത് തെളിയിക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതങ്ങനെ ചിന്തിക്കണം. എനിക്കും ഉണ്ട് ഒരു മോള്, അല്ലെങ്കിൽ നാളെ എൻ്റെ മകനും ഉണ്ടാവും, അല്ലെങ്കിൽ മകൾക്കുണ്ടാവും, എൻ്റെ കുടുംബത്തിലും പെൺമക്കളുണ്ടാവും. അവർക്ക് ഈ ഗതി വരരുതെന്ന് ചിന്തിക്കണം. അല്ലാണ്ട് ആരാൻ്റെ മോളെ കണ്ടിട്ട് 4 ദിവസം ഉണ്ടാവുള്ളത്, അത് കഴിഞ്ഞാൽ കഴിയുമവരെ. എൻ്റെ കുടുംബത്തിലുള്ള പെൺമക്കൾക്ക് ഇത് സംഭവിക്കരുതെന്ന് ചിന്തിക്കണം ഉദ്യോഗസ്ഥർ വരണം. നാളെ ജീസമ്മോളുടെ കൊലപാതകം അട്ടിമറിച്ചതാര് പരമ്പരയുടെ 3ാം ഭാഗം. ജീസമ്മോൾ മറ്റൊരു അഭയ എന്ന പുസ്തകം രചിച്ച ശ്രീ കെ ജോർജ് ജോസഫിന്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹം i2 ന്യൂസ് പ്രേക്ഷകരുമായി നാളെ പങ്കുവയ്ക്കുന്നു. മറക്കാതെ കാണുക. കുർബാന കളിയും മാനഭംഗവുമായി നടക്കുന്ന കാമാർത്തി പൂണ്ട കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികളുടെ വലയിൽ ഇനി നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ വീഴരുത്. അവരുടെ ജീവൻ നഷ്ടപ്പെടരുത്. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ആ അവബോധം ഉണ്ടാകണമെങ്കിൽ ഇത്തരം തുറന്നുപറച്ചിലുകൾ എല്ലാവരും കാണേണ്ടതാണ്. ബിന്നി പി ദേവസിയെ പോലെ ഇനി ഒരു അമ്മയ്ക്കും തങ്ങളുടെ പെൺമക്കളെ ഓർത്ത് കണ്ണുനീർ പൊഴിക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകരുത്. അതുകൊണ്ട് ഈ വാർത്തകൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.